എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷുവുമായി ബന്ധപ്പെട്ട 2 ദിവസത്തെ വിഷുവിൻ്റെ തലേ ദിവസത്തെയും വിഷുവിൻ്റെ അന്നത്തെയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കണി വയ്ക്കാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കണതാണ് ആദ്യം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണി വയ്ക്കാറ്. നമ്മുടെ വീട്ടിലുണ്ടായി ചക്ക പൊട്ടിച്ചു, ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു, കുമ്പളങ്ങ പൊട്ടിച്ചു, പിന്നെ മാങ്ങയുണ്ട്, മാമ്പഴമൊന്നും ആയില്ല, മാങ്ങ കിട്ടി, മാങ്ങ പൊട്ടിച്ച്, പിന്നെ പേരക്കായ, കുറേ പേരക്കായ ഉണ്ടായതാണ്, പക്ഷെ ഒക്കെ പഴുത്ത് മുൻപ് പോയി. അപ്പോൾ വിഷുവായിട്ട് ഇതേ 2-3 പേരക്കായ കിട്ടി. അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണി വയ്ക്കുക. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി, പലഹാരമൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ച്, എന്നാലും വിഷു ആകുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി, പിന്നെ ഗോതമ്പ് പൊടി മൈദ ഉപയോഗിച്ചിട്ടുള്ള ഡയമണ്ട് വെട്ടി എന്ന് പറയുന്നത് പഴയ ഒരു പലഹാരമാണ്, അമ്മയൊക്കെ ഉണ്ടാക്കാറുള്ള പലഹാരമാണ്. അപ്പോൾ അതും ഉണ്ടാക്കി. പിന്നെ രാത്രി എല്ലാവരും കൂടി പടക്കൊന്നും അധികം വാങ്ങിയില്ല, കമ്പിത്തിരി മത്താപ്പൊക്കെ മേടിച്ച് കത്തിച്ച് ആഘോഷിച്ചു. അത് കഴിഞ്ഞ് രാവിലെ കണിയൊക്കെ അമ്മയാണ് ഒരുക്കാറ്. അപ്പോൾ കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 4 മണിക്ക് നമ്മളെന്നും ചെയ്യുന്ന ആ ജോലികൾ, പശുവിനെ കുളിപ്പിക്കൽ, അടിച്ചു കഴുകൽ, കറക്കൽ ഒക്കെ, അത് ഓണായാലും വിഷു ആയാലും അത് കഴിഞ്ഞല്ലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാചകത്തിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ തീറ്റയും അവരുടെ വെള്ളം കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അത് എന്നും പാല് അമ്മയാണ് വീട്ടിൽ വന്ന് വാങ്ങണവർക്കൊക്കെ കൊടുക്കാറുള്ളത്. 15ഓളം ലിറ്റർ പാല് നമ്മൾ വീട്ടിൽ തന്നെ കൊടുക്കും. അത് അമ്മയാണ് ആ ഡ്യൂട്ടി ചെയ്യണത്. ബാക്കിയുള്ള പാല് സൊസൈറ്റിയിൽ അളക്കാറുള്ളൂ. അത് കഴിഞ്ഞ് വിഷുക്കട്ടയൊക്കെ തിന്നാൻ മക്കളൊക്കെ തയ്യാറായി വന്നിരിക്കുന്നുണ്ട്. കാലത്ത് അമ്പലത്തിലൊക്കെ പോയി വന്ന് വിഷുക്കട്ടയും ശർക്കര നീരും കഴിച്ചു. അത് കഴിഞ്ഞിതാ ഞങ്ങൾ 3 ചേട്ടനനിയന്മാർ ഒരുമിച്ചാണ് സദ്യ ഉണ്ണുക. എല്ലാ വിഭവങ്ങളൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടി ഓണായാലും വിഷു ആയാലും ഒരുമിച്ചിരുന്ന് തറവാട്ടിൽ ഉണ്ണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ വിഷു സദ്യയൊക്കെ ഊണ് കഴിഞ്ഞപ്പോൾ മോള് ഒരു റീൽസ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അതൊന്നും ചെയ്യാൻ പോയി. അത്ര നന്നായിട്ട് കളിക്കാനൊന്നും അറിയില്ലെങ്കിലും അവളുടെ കൂടെ ചേരും എപ്പോഴും. പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് വട്ടപ്പന്നി അമ്പലമുണ്ട്, അമ്പലത്തിലെ പൂരമൊക്കെ ഉണ്ടായിരുന്നു. പൂരം കാണാൻ പോയി, വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ രാത്രി ഗാനമേളയൊക്കെ കാണാൻ പോയി. മോളും അവളുടെ കൂട്ടുകാരികളൊക്കെ ഭയങ്കര ഡാൻസ് കളിക്കുകയായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് ഈ കൊല്ലത്തെ വിഷു.